ശ്രീ ജിൻഡോ ജോൺ, ഇതിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിൻ്റെ 141 MLA-മാർ പുറത്തു നിൽക്കുന്ന സാഹചര്യം. ഈ അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ബില്ലുകൾ ചുട്ടെടുക്കുകയാണ് പാർലമെന്റിൽ ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒട്ടേറെ ബില്ലുകൾ ഇന്ന് പാർലമെന്റിന്റെ പരിഗണനയിൽ വന്നിരിക്കുകയാണ്. അതായത് ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ബില്ലുകൾ പാർലമെന്റിൽ ഒരു ചർച്ചയും കൂടാതെ പാസ്സാക്കിയെടുക്കാനുള്ള നീക്കം നടക്കുന്നു. IPC, അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, CRPC ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾ ഇന്ന് ഈ പ്രതിപക്ഷത്തിൻ്റെ ഒരു അസാന്നിധ്യം അതൊരു അവസരമാക്കി എടുത്തുകൊണ്ട് ഇതെല്ലാം പാർലമെന്റിൽ വളരെ വേഗത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്, പാസ്സാക്കപ്പെടുവാൻ പോവുകയാണ്. എവിടെയാണ് ജനാധിപത്യം? ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ 141 MP-മാർ പാർലമെന്റിൽ ശബ്ദമുയർത്തിയത്. ആ ശബ്ദത്തെയെല്ലാം നിരാകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള വിവാദമായ ബില്ലുകൾ പാർലമെന്റിന്റെ പരിഗണനയിൽ വരുന്നത്. ഇതിൽ പാർലമെന്റിൽ നിന്ന് MP-മാരെ ഒഴിവാക്കുന്നത് ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഭൂരിപക്ഷമുള്ള സർക്കാർ എന്നുള്ള നിലയിൽ അവർ ഇക്കാലം അത്രയും ചെയ്തിട്ടുള്ളത് കാര്യമായ ചർച്ചകളില്ലാതെ തന്നെയാണ് ബില്ലുകൾ പാസ്സാക്കുന്നത്. ഇനി അഥവാ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എതിർപ്പുകൾ ഉണ്ടായാൽ പോലും അവരവരുടെ ഭൂരിപക്ഷം വെച്ച് അത് പാസ്സാക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ചർച്ചകളൊന്നും തന്നെ ഇല്ലാതെ പ്രധാനപ്പെട്ട ബില്ലുകൾ അങ്ങ് പാസ്സാക്കുകയാണ്. എന്താണ് ഈ ബില്ലിൽ ഉൾച്ചേർത്തിട്ടുള്ളതെന്ന് പോലും MP-മാർക്ക് പോലും കൃത്യമായിട്ടൊരു അവയർനെസ് കിട്ടാത്ത രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വിയോജനക്കുറിപ്പുകൾ പറയാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഈ കഴിഞ്ഞ 9-10 വർഷക്കാലമായിട്ട് മോദി സർക്കാർ കടന്നുപോയിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു കറുത്ത ഏടായിട്ട് നമ്മൾ വിശേഷിപ്പിക്കാനുള്ള ഒരു കാരണം, ഇത്രയധികം MP-മാരെ ഒരു പാർലമെൻറ്റ് സെഷനിൽ പുറത്താക്കുന്നു, സസ്പെൻഡ് ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇവിടെ 142 MP-മാർ ഒരു പാർലമെൻറ്റ് സെഷനിൽ സസ്പെൻഡ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതിന് ഏത് രീതിയിലാണ് ജനാധിപത്യം എന്ന് പറയാം? നമ്മളിപ്പോൾ മോദി സർക്കാരിന് അധികാരമുണ്ട്, അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇതേ ഭൂരിപക്ഷവും ഇതേ അധികാരവും ജനങ്ങൾ തെരഞ്ഞെടുത്ത അവകാശമൊക്കെ ആയിട്ടാണ് ഹിറ്റ്ലർ ജർമ്മനി ഭരിച്ചത്, മുസോളിനി ഭരിച്ചത്. അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം വിട്ടൊഴിയേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ കാണണം. ഈ മോദി സർക്കാരിനും അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള എല്ലാ വാതിലുകളും തുറന്നിടുന്ന രീതിയിലാണ് ഇന്നീ കാണുന്നതൊക്കെ. അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പടിക്കെട്ടിൽ കമന്ന് കിടന്ന് ചുംബിച്ചിട്ടാണ് കയറി വന്നത്. നമ്മളൊക്കെ വിചാരിച്ചു ഈ പാർലമെൻറ്റിനോട്, ഇവിടുത്തെ സംവിധാനങ്ങളോട്, ജനാധിപത്യത്തോടുള്ള ആദരവ് കൊണ്ടാണെന്ന്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാർലമെൻറ്റിൻ്റെ അടിത്തറ ഇളക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കമന്ന് കിടന്ന് നോക്കിയതെന്നാണ്. അത്രത്തോളം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏകാധിപത്യത്തിലേക്ക് ഈ രാജ്യത്തെ അതിവേഗം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഇവിടെ MP-മാരെ സസ്പെൻഡ് ചെയ്തത് എന്തിൻ്റെ പേരിലാണെന്ന് ശിവദാസൻ MP ഇവിടെ സൂചിപ്പിച്ചു. എന്തിൻ്റെ പേരിലാണ്? ഈ രാജ്യത്തിൻ്റെ ഏറ്റവും സുരക്ഷിതമായിട്ടിരിക്കുന്ന സ്ഥലമെന്ന് നമ്മളെയൊക്കെ വിശ്വസിപ്പിക്കുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ആക്രമണം നടക്കുന്നു. അവർ ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാരായതുകൊണ്ടും അവർ തീവ്രവാദികളല്ലാത്തതുകൊണ്ടും ഭീകരവാദികളല്ലാത്തതുകൊണ്ടും അവർ മറ്റൊരു തരത്തിലുള്ള അപകടത്തിലേക്ക് സാഹചര്യങ്ങളെ വലിച്ചഴയ്ക്കാത്തത് കൊണ്ട് MP-മാരുടെ ജീവൻ രക്ഷപ്പെട്ടു. മറിച്ചായിരുന്നെങ്കിൽ, അവർ ആയുധങ്ങളുമായിട്ടാണ് കടന്നിരുന്നെങ്കിൽ എത്ര ആളുകൾ അവിടെ മരണപ്പെടുമായിരുന്നു, എത്ര MP-മാർ മരണപ്പെടുമായിരുന്നു. സാധാരണക്കാർക്കും പൊതുജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും ഈ മോദി സർക്കാരിന് കീഴിൽ ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ MP-മാർക്ക് പോലും സമാധാനത്തോടെ അവിടുത്തെ ക്രയവിക്രയങ്ങളിൽ ഇടപെടാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഈ BJP ഗവൺമെൻറ് എന്നൊക്കെ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കപ്പെടുന്നുണ്ട്. 2001 ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനത്തിൽ തന്നെ ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാർ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് കടന്നു കയറുക എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി സിസ്റ്റം അത്രത്തോളം പരാജയമാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരാജയമാണ്. ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനം പരാജയമാണ്. ഇതിന് മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിന് മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുന്ന സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ, പ്ലക്കാർഡ് ഉയർത്തുന്നവർക്കെതിരെ, മുദ്രാവാക്യം വിളിക്കുന്നവർക്കെതിരെ സസ്പെൻഷൻ്റെ തിട്ടൂരം മുഴക്കിക്കൊണ്ട് ഈ സർക്കാർ എത്ര കാലത്തോളം മുന്നോട്ട് പോകും? ഈ രാജ്യത്ത് ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു ദിവസം, ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടതിൻ്റെ വാർഷിക ദിനം
നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ദിവസം, വാർഷിക ദിനമായിട്ടുള്ള ദിവസം ഈ രാജ്യത്തെ പാർലമെൻറ്റിനകത്ത് ഒരു BJP MP കൊടുക്കുന്ന പാസിനകത്ത് കടന്നു വരുന്ന ആളുകൾ, അതൊരു കോൺഗ്രസിൻ്റെ MP യോ അല്ലെങ്കിൽ CPM-ൻ്റെ MP യോ അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു MP ആയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? അത് ഇനി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരു MP ആയിരുന്നെങ്കിൽ ഈ BJP-യുടെ RSS-ൻ്റെ നേതാക്കന്മാർ എത്രത്തോളം പുലഭ്യം പറഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ മൈക്ക് കെട്ടിവെച്ച്, അല്ലേ? ഇതൊരു BJP-യുടെ MP ആയതുകൊണ്ട്, അവരുടെ RSS-കാരനായതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഈ സുരക്ഷാ വീഴ്ച, ഈ MP-യുടെ ഒത്താശയോടുകൂടി പാർലമെൻറ്റിനകത്ത് ഇത്തരത്തിലൊരു ക്രിയ നടത്താൻ വേണ്ടിയിട്ട് സൗകര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഈ സർക്കാർ ഒഴിഞ്ഞു മാറുന്നു. ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ സസ്പെൻഡ് ചെയ്യുന്നു. എത്രത്തോളം സസ്പെൻഡ് ചെയ്താലും ഈ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിലേക്കാണ്, ഈ പാർലമെൻറ്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന MP-മാർ നടന്നിറങ്ങി ചെല്ലുന്നത് പൊതുജനങ്ങളുടെ ഇടയിലേക്കാണ്. അവർ വിലയിരുത്തട്ടെ, അവർ തീരുമാനിക്കട്ടെ സർക്കാരിൻ്റെ നടപടി ശരിയാണോ തെറ്റാണോ എന്ന്. യെസ്.